ക്രിസ്തുബോധ്യത്തിൽ വിശ്വാസം ജീവിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 27 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനവും ക്രിസ്തുനാഥൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഒന്നാം പ്രവചനവുമാണ് സുവിശേഷം. ഒന്നാമതായി 2 വേദനകളുടെ ഗദ്ഗതങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഒന്ന്, കർത്താവായ യേശുനാഥന് ജനങ്ങളിൽ നിന്നും ഏൽക്കുന്ന തിരസ്കരണത്തിൻ്റെ മധ്യേയാണ് കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ജനങ്ങൾ എന്നെ എന്തു തന്നെ പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടെ കർത്താവിൻ്റെ വേദനയ്ക്ക് ഉള്ള ആശ്വാസത്തിൻ്റെ സമ്പൂർണ്ണ മറുപടിയാണ് പത്രോസ് നൽകുന്നത്. പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്. രണ്ടാമത്തെ വേദന കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് അതിന് തടസ്സമായി നിന്നതാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ എൻ്റെ പിന്നിലേക്ക് പോകൂ. നീ ചിന്തിക്കുന്നത് ദൈവീകമല്ല, ദൈവത്തിൻ്റെ കാര്യങ്ങളല്ല, മനുഷ്യരുടേതാണെന്ന്. നീ ക്രിസ്തുവാണ് എന്ന് പ്രഖ്യാപിച്ച പത്രോസിന് തൊട്ടടുത്ത് ഏൽക്കേണ്ടി വന്ന തിരസ്കരണം വലിയ ഒരു വേദനയായി. എങ്കിലും അതിനെ ഒക്കെയും സർവ്വവേദനകളെയും മായ്ക്കുന്ന പീഡാനുഭവത്തിലേക്ക് ക്രിസ്തു നടക്കുകയായിരുന്നു. രണ്ടാമതായി ദൈവത്തിൻ്റെ പദ്ധതികൾ. ദൈവത്തിൻ്റെ പദ്ധതികൾ പത്രോസിന് ഊഹിക്കാവുന്നതിലും വലുതാണെന്ന് യേശു പത്രോസിനോട് പറയുകയായിരുന്നു. നമ്മുടെ നിഗമനങ്ങൾക്ക് അപ്പുറമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. പത്രോസിന് പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഏറ്റവും വലിയ സത്യമാണ് പത്രോസ്ലീഹ കർത്താവിനോട് പറഞ്ഞത്, നീ ക്രിസ്തുവാണ്. എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. 3, ക്രിസ്തു നൽകുന്ന വെളിപാട്. തൻ്റെ മിശിഹാത്വത്തിൻ്റെ സ്വഭാവവും തന്നെ അനുഗമിക്കുക എന്നതിൻ്റെ അർത്ഥവും യേശു വെളിപ്പെടുത്തി കൊടുക്കുന്ന ഭാഗമാണിത്. പീഡാനുഭവ പ്രവചനവും ശിഷ്യന്മാരുടെ പ്രതികരണവും ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പ്രബോധനവും ഈ ഭാഗത്ത് നമുക്ക് ദർശിക്കുവാനാകും. യേശുനാഥൻ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്തെന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്കോ സുവിശേഷത്തിനോ വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും എന്ന്. തിരസ്കരണത്തിൻ്റെ വേദനയും പീഡാനുഭവത്തിൻ്റെ വേദനയും കർത്താവായ യേശുനാഥൻ ശിഷ്യത്വത്തിൻ്റെ വലിയ സമ്പൂർണതയിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ശിഷ്യനെന്നാൽ ഈ വഴികളിലൂടെ സത്യങ്ങളിലൂടെ കടന്നു പോകേണ്ടവനാണ് എന്നുകൂടി അർത്ഥമുണ്ട്. ക്രിസ്തു ആരാണെന്ന് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോയാൽ മാത്രമേ പീഡാനുഭവത്തിൻ്റെ വഴിയിൽ നിനക്ക് രക്ഷാകരമായ ശക്തി ക്രിസ്തുവിൽ നിന്നും ആർജിച്ചെടുക്കുവാനും ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ. പ്രിയരെ, ദൈവം നമ്മെ വിളിച്ച ഈ വിശ്വാസവിളി ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് ക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തിപരമായി കൂടുതൽ അറിയുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ എൻ നാഥനെ, യേശുവേ എൻ കർത്തനെ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനെ, യേശുവേ എൻ കർത്തനെ, നിന്നെപ്പോൽ സ്നേഹിതനെ വേറെയാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനേ, യേശുവേ
യേശുവേ എൻ ആശയെ, യേശുവേ എൻ കാന്തനെ, നീയല്ലാതാശവയ്ക്ക് ഭൂവിലാരുള്ളൂ. യേശുവേ എൻ ആശയെ, യേശുവേ എൻ കാന്തനെ, നിന്നെപ്പോൽ യോഗ്യനാം വേറെ ആരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ, യേശുവേ, എന്നാഥനേ, യേശുവേ, എന്നാഥനേ. യേശുവേ എന്നോഹരി, എന്നേശു മാത്രം സർവവും. നീയല്ലാതാഗ്രഹിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എന്നോഹരി, എന്നേശു മാത്രം സർവവും. നിന്നെപ്പോൾ സമ്പത്താൻ വേറെ ആരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള